ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് പ്രതിഷേധം വെറുമൊരു രാഷ്ട്രീയ പ്രകടനം മാത്രമായിരുന്നില്ല. സ്വന്തം എംപിമാരെ പോലും അവസാന നിമിഷം വരെ അറിയിക്കാതെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജന്മദിനാശംസകൾ അറിയിക്കാൻ എത്തിച്ച എംപിമാർ ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് അപ്പോൾ അവരിൽ പലർക്കും അറിയില്ലായിരുന്നു. ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്താണ് നടന്നത്, എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഡൽഹി പോലീസിന്റെ മുൻകൂർ ഒരുക്കങ്ങളെ മറികടന്നത്? സംഭവങ്ങളുടെ തുടക്കം രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ്. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ലാത്തി ചാർജും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ വിശദീകരണം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനായിരുന്നു ആദ്യം ആലോചന. എന്നാൽ രാഷ്ട്രപതി ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ അത്തരമൊരു മാർച്ചിന് വലിയ പ്രസക്തിയില്ലെന്ന് അഭിപ്രായമുയർന്നു. അതിനിടയിൽ മാർച്ചിന്റെ വിവരം മാധ്യമങ്ങളിൽ വന്നതോടെ പദ്ധതി ഉപേക്ഷിച്ചു. അതോടെ പ്രതിഷേധം അവസാനിച്ചു എന്നാണ് പലരും കരുതിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി തയ്യാറായിരുന്നു. വൈകിട്ട് 3 മണിയോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എംപിമാർക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം എത്തി. ഖാർഗെ ജന്മദിനാശംസകൾ അറിയിക്കാനാണ് എല്ലാവരെയും ക്ഷണിച്ചത്. ഖാർഗെ ഈ വർഷം ജന്മദിനാഘോഷം നടത്തില്ലെന്ന് രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എംപിമാർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. അവിടെ ആശംസകൾ കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധി എല്ലാവരോടും പ്രഖ്യാപനം നടത്തി. നമ്മളിപ്പോൾ മാർച്ച് ചെയ്യുകയാണ്. അത് കേട്ട് പല എംപിമാരും അമ്പരന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പലർക്കും വ്യക്തമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നിൽ നടന്നു. ബാക്കി എംപിമാർ പിന്നാലെ നീങ്ങി. 1/2 കിലോമീറ്ററോളം നടന്ന ശേഷമാണ് പലർക്കും ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗാണെന്ന് മനസ്സിലായത്. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തന്ത്രം. മുൻകൂട്ടി പ്രതിഷേധ വിവരം ലഭിച്ചാൽ ഡൽഹി പോലീസ് വഴിയിൽ തന്നെ തടയുമെന്ന വിലയിരുത്തലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ സ്വന്തം എംപിമാരോട് പോലും അവസാന നിമിഷം വരെ യഥാർത്ഥ പദ്ധതി വെളിപ്പെടുത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി ആലോചിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി എടുത്തത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം എത്തിയ ശേഷം കോൺഗ്രസ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. ജനാധിപത്യ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയാണെന്ന സന്ദേശം ഉയർത്തിക്കാട്ടി ചില നേതാക്കൾ കൈകൾ കെട്ടിയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പ്രതിഷേധം തുടങ്ങിയോടെ ഡൽഹി പോലീസ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നത് തടയാനായിരുന്നു ഈ നടപടി. തുടർന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് നീക്കം ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോൺഗ്രസ് ഈ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വച്ച പ്രധാന ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്കെതിരായ പ്രതിഷേധവും വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന ആവശ്യവുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം BJP പ്രതിഷേധത്തെ ശക്തമായി വിമർശിക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് രാഷ്ട്രീയ നാടകമാണെന്നും സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നും ആരോപിച്ചു. ഈ സംഭവത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പ്രതിഷേധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവസാന നിമിഷം വരെ രഹസ്യമാക്കി വച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസിനും ആദ്യഘട്ടത്തിൽ പ്രതിഷേധത്തിന്റെ ദിശ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് വെറും റോഡ് പ്രതിഷേധമല്ല. ആസൂത്രണം, രഹസ്യ സ്വഭാവം, അപ്രതീക്ഷിത നീക്കം എന്നിവ ചേർന്ന ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നു. കോൺഗ്രസ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ BJP അതിനെ ഉത്തരവാദിത്തമില്ലാതെ രാഷ്ട്രീയമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി ഈ പ്രതിഷേധം പാർലമെന്റിനുള്ളിലും പുറത്തും എത്രത്തോളം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും, വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.